ഞാൻ ഇന്ന് സൈക്കിൾ ഓടിക്കുകയായിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ട്, ഞാൻ മടുത്ത് നിൽക്കുകയാണ്. അപ്പോൾ പോയിട്ട് കുറച്ച് വെള്ളം കുടിക്കണം. അത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാം. ഞാനപ്പോൾ സൈക്കിൾ ഓടിച്ച് നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചിന്തിച്ച് നോക്കി. അപ്പോഴാണ് ഞാനിവിടെ രാവിലത്തെ 2 പഴം ബാക്കി വന്നത് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ അവിടെ പാലുണ്ടോയെന്ന് തപ്പി നോക്കി. പിന്നെ പാലും കിട്ടി. പാല് ഇവിടെ ഇരിക്കുന്നുണ്ട്, തിളപ്പിച്ചാന്ന് തോന്നുന്നു. ഓൾറെഡി തിളപ്പിച്ചതാണ്. സോ അപ്പോൾ നമുക്ക് ഇതുകൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ. ഇപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേക്ക് കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ഒന്ന് ചെയ്തേക്ക്. ഞാനിപ്പോൾ കട്ടിംഗ് ബോർഡ് എടുത്തിട്ടുണ്ട്. കട്ടിംഗ് ബോർഡ് എടുത്ത് നമുക്ക് ഈ പഴം ഒന്ന് കുഞ്ഞുങ്ങളൊന്ന് അരിഞ്ഞ് വെക്കാം. അപ്പോൾ നമ്മുടെ പഴങ്ങൾ ഇവിടെ കട്ടാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നമുക്കപ്പോൾ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ടായിട്ട് ഇവനെ നമുക്ക് ജ്യൂസ് അടിക്കാനുള്ളതാണ്. നമ്മളിങ്ങനത്തെ കുക്കിങ്ങൊക്കെ ഇനി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു പഴത്തിന് നമ്മൾ കട്ട് ചെയ്തു. രണ്ടാമത്തേനെയാണ് ഇത് വണ്ണം കൂടിയൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇത് ഈ വണ്ണത്തിൽ കൂടിപ്പോയെന്ന് തോന്നുന്നു. നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കട്ടായിട്ടുണ്ട്. ഇനി ഞാൻ പോയി ജാർ എടുത്തിട്ട് വരാം. നമ്മളപ്പോൾ ജ്യൂസ് ജാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കഴുകിയെടുത്താണ്. കുറച്ച് കഷ്ടപ്പെട്ടു എടുക്കാൻ വേണ്ടി, ഏതോ മുട്ടിപ്പോയി കിടക്കായിരുന്നു. സോ നമുക്കപ്പോൾ പഴം ഓരോന്നോരോന്നായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ പഴം മൊത്തം നമ്മൾ ഇട്ടു കേട്ടോ. ഇനി അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് പാലാണ്. ഇത് തിളപ്പിച്ച പാലാട്ടോ. ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ തിളപ്പിച്ച പാല് ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരിത്തിരി പഞ്ചസാര ഇടാൻ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 2 സ്പൂണ് പഞ്ചസാര ഇടുകയാണ്. 2 സ്പൂൺ പഞ്ചസാര ഇട്ടു. ഇനി നമുക്കിത് മിക്സിയിൽ ആക്കാം. സോ നമ്മളപ്പോൾ ഇത് മിക്സിയിലിട്ടൊന്ന് അടിക്കാൻ പോവാണ്. കിണ്ണാനായിട്ട് ആടി വന്നിട്ടോ ഗൈസ്. നമ്മളിപ്പോൾ ഈ മിക്സിയിൽ പ്രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീതി പോപ്പുലർ ഈ മിക്സിയിലിട്ടാണ് നമ്മൾ ആട്ടിയേക്കണേ. നന്നായിട്ട് ആടിയുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഗ്ലാസ്സിലേക്ക് പകർത്താം. എത്ര ഗ്ലാസ് ഉണ്ടാവും എന്നറിയാം. നമ്മൾ 1-2 ഗ്ലാസ്സിലേക്ക് മാത്രമാണ് അതിൻ്റെ ഇടയ്ക്കൊക്കെയാണ് ഇങ്ങനത്തെ എന്തോ ഒരു പൊടി വന്നത്. ഇതും കൂടി ഇതിനകത്തോട്ട് ഇടാനാണ് പറഞ്ഞത്. ഇതെങ്ങനെ ഇടുക? ഇനിയും വെള്ളം എടുക്കണോ ഇതിനകത്തോട്ട്? ഇല്ല, അത് കുഴപ്പമില്ല. എന്തിനത് കട്ടി കിട്ടാനോ? ഓ, കട്ടി കിട്ടാൻ വേണ്ടി എന്താ ചെയ്യാൻ പോവാണ് എന്നൊക്കെ മനസ്സിലായില്ല. ബദാം അണ്ടിപ്പരിപ്പോ? ഓ, ബദാമും അണ്ടിപ്പരിപ്പ് തക്കാൻ പോവാട്ടോ. ഒരു കപ്പുള്ളൂ. ഓ ജീസസ്, കട്ടി കിട്ടൂലേ? സാരം വേണം. സോ ടാസ്കാണ്. നല്ല എന്താ പോയേ? എന്തൊക്കെയോ പോയിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസായി. ഇതിനകത്ത് എന്തൊക്കെയാ ചേർത്തേ? അണ്ടിപ്പരിപ്പും മുന്തിരി, അണ്ടിപ്പരിപ്പും ബദാമൊക്കെ ചേർത്തിട്ട് പൊടിച്ചിട്ട് ചേർത്തുവിടും ഇതിനകത്തോട്ട്. നമ്മളപ്പോൾ 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. 2 തികയും ഉണ്ടാവുമോ? അത്ര ഉണ്ടായാൽ മതിയായിരുന്നു. നല്ല കട്ടി ജ്യൂസാട്ടത്. കൃത്യം 2 ഗ്ലാസ്സില്ല, 3 ഗ്ലാസ് ഉണ്ട് കേട്ടോ. 3 ഗ്ലാസ് ഇല്ല, 3 ഗ്ലാസ്. ഇതിനകത്ത് ബദാം ഇട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ മുകളിലുണ്ടോ ഒരു ചെറിയ തരി ബദാമാണ്. ഓക്കെ, സോ ഇതപ്പോൾ ഇളക്കുകയാണ് നല്ലോണം. ഓക്കെ, കട്ടി ഉണ്ട് ഇല്ല നല്ല. അപ്പോൾ പിടിച്ചോളി ജ്യൂസ്. സോ നമുക്കപ്പോൾ ഒരെണ്ണം ഫ്രിഡ്ജിൽ കൊണ്ടാക്കണം. ഒന്ന് എൻ്റെ ആണ് എനിക്ക് ഫ്രിഡ്ജിൽ വേണം. എനിക്ക് നല്ല കൂളിങ് വേണം. ഇത് വലിയ കൂളിങ് ഇല്ല. അപ്പോൾ കൊടുക്കാം. ഫ്രീസറിലിരിക്കട്ടെ. ഇതാകുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് സെറ്റ് ആയിക്കോളും. സെറ്റ്. ജലദോഷം അങ്ങനെ നീണ്ടു നിൽക്കുന്ന കാത്തിരിപ്പിന് ശേഷം
സമയം 1/2 മണിക്കൂറായി ഞാനിപ്പോൾ സാധനം വെച്ചിട്ട് കുറേ കാത്തിരുന്നു. നമുക്കപ്പോൾ പോയി നോക്കാം എന്താണ് അവസ്ഥ. കൂട്ടി വെച്ചിട്ട് വലിയ ഉപകാരമൊന്നുണ്ടായില്ല കേട്ടോ. തണുപ്പുണ്ട്, കറക്റ്റ് തണുത്തുണ്ട്, സാധനം തണുത്തുണ്ട്, ഒട്ടിപ്പോയി കേട്ടോ. ആവി വിറക്കുന്ന നമ്മുടെ ലസി ഇവിടെ എത്തി. സോ നമുക്കപ്പോൾ സിറ്റ് ഔട്ടിൽ കൊണ്ടേ കുടിക്കാം. എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മഴ, ഗതികേടാട്ടോ ഗൈസ്. നമ്മളപ്പോൾ കുടിച്ചു നോക്കാൻ പോവുകയാണ്. എന്താണ് ഇതിൻ്റെ ടേസ്റ്റ് നോക്കാം. നമ്മൾ അണ്ടിപ്പരിപ്പും ബദാമും പൊടിച്ചിട്ടുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ ഒരു സാധാരണ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പഴത്തിൻ്റെ ചുവ വരാറുണ്ട്. എന്നാൽ ഇതിലത് വന്നില്ല. എനിക്ക് തോന്നുന്നു അണ്ടിപ്പരിപ്പും ബദാമൊക്കെ പൊടിച്ചിട്ടുകൊണ്ടായിരിക്കുന്നു. ടേസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വെച്ച് കാണുന്നതായിരിക്കും. ബൈ ബൈ. നമ്മളപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ചാച്ചാ.